ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സുകളാണ് സ്കിൻ കെയർ പ്രൊഡക്ട്സ്. അപ്പോൾ ഇതിൻ്റെ അമിതമായിട്ടുള്ള പ്രയോഗം കാരണം ചർമ്മത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ടാണ് വിദഗ്ധർ പറയുന്ന ഒരു കാര്യമാണ് സ്കിൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഭക്ഷണം ഒഴിവാക്കുന്ന ഒരു ഫാസ്റ്റിംഗ് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരു സ്കിൻ ഫാസ്റ്റിംഗ് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ എന്താണ് സ്കിൻ ഫാസ്റ്റിംഗ്? നമുക്ക് എപ്പോഴും പലരും പലതരം പ്രൊഡക്ട്സുകൾ മൾട്ടി ആയിട്ട് അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ പല പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കുന്നവരാണല്ലേ. ചിലപ്പോൾ മോയ്സ്ചറൈസർ, ക്ലെൻസർ അല്ലെങ്കിൽ സൺസ്ക്രീന്, അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ സ്റ്റെപ്പായിട്ട് പതുക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളത് സ്കിന്നിൽ ഒരു ക്രീം അപ്ലൈ ചെയ്യാതിരിക്കുക. നമ്മൾ പച്ചവെള്ളം കൊണ്ട് മുഖം കഴുകാനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ, ശരിക്കും ഉപവാസം എടുക്കുമ്പോഴാണ് നമുക്ക് സ്കിന്നിന് എന്താണ് വേണ്ടത് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് സ്കിൻ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ സ്കിന്ന് തന്നെ നമുക്ക് ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ സ്കിന്നിനെല്ലാം നമ്മൾ പറയാൻ തുടങ്ങും, ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ അടയാളങ്ങളാണോ നമുക്ക് മുഖത്ത് അല്ലെങ്കിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഉപവാസം അവസാനിപ്പിക്കാം. ഇതൊരിക്കലും ഒരു മെഡിക്കൽ ടേം ഒന്നുമല്ല, നമ്മൾ വിദഗ്ധർ പറയുന്ന ഒരു സൂത്രം മാത്രമാണ്. നമുക്കൊരു സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ ഉപയോഗം മൂലം ചർമ്മമൊക്കെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ വിദഗ്ധർ പറയുന്ന ഒരു കാര്യം മാത്രമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം. നമ്മളെപ്പോഴും വീഡിയോസിലൊക്കെ കാണും നല്ല രീതിയിൽ വെള്ളം കുടിക്കണം എന്നല്ലേ, പക്ഷേ എത്ര വെയിറ്റ് ഉള്ളവർ എത്ര വെള്ളം കുടിക്കണമെന്ന് നമ്മൾ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അപ്പം അതും നമ്മൾ ഓവർ ഹൈഡ്രേറ്റഡ് ആണെങ്കിലും കുഴപ്പമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റഡ് ആവണം, പക്ഷെ ഒരിക്കലും ഓവർ ആവാതിരിക്കുക. ഒരു 20 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ 1 ലിറ്റർ വെള്ളം എന്ന കണക്കിൽ മാത്രമേ നമ്മൾ കുടിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതും നമ്മൾ നോക്കുക. കൃത്യമായിട്ട് നല്ല രീതിയിൽ നമുക്കത് സ്കിൻ കെയർ പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം സ്കിൻ ഫാസ്റ്റിങ്ങിന് തയ്യാറാവാനായിട്ട് നോക്കുക. പലതരം പ്രൊഡക്ട്സുകൾ നമ്മൾ ഗ്ലോ സ്കിന്ന്, അതുപോലെ ഗ്ലാസ് സ്കിന്ന്, ഇങ്ങനത്തെ ഒക്കെ പ്രൊഡക്ട്സുകൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റീൽസിലും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതനുസരിച്ച് എല്ലാ പ്രൊഡക്ട്സുകളും വാങ്ങി ഉപയോഗിക്കാതെ ഇടയ്ക്ക് പച്ചവെള്ളം കൊണ്ടൊക്കെ ഒന്ന് മുഖം കഴുകാനും സ്കിന്ന് താനെ റിജുവിനേറ്റ് ആവാനായിട്ടുള്ള ഒരു സാധ്യത നമ്മൾ തന്നെ മുന്നോട്ട് കൊണ്ടുവരിക. പിന്നെ പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നമ്മൾ പോക്കറ്റ് കാലിയാവാതെയൊക്കെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. അപ്പം എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടും.